പാഷൻ ഫ്രൂട്ട് അതിൻ്റെ സീഡൊന്നും കളയാതെ തന്നെ അതേപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന, അതായത് ഏകദേശം ഒരു 6 മാസം തൊട്ട് ഒരു വർഷം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അതെങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതെന്നുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തെ പൾപ്പ് മാത്രമായിട്ട് എടുക്കണേ. ഇപ്പം ഞാനിവിടെ പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഈ ഒരു ബൗളിൽ ഒരു ബൗള് ഫുള്ളായിട്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. കണ്ടോ, ആ ഒരു ബൗള് ഫുള്ളായിട്ട് അതിൻ്റെ പൾപ്പ് മാത്രമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അതേപോലത്തെ ബൗളിന് ഒപ്പം തന്നെ അളവിലുള്ള പഞ്ചസാരയാണ്. ഇനി ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് പഞ്ചസാരയുടെ അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുത്ത് അതൊന്ന് സിറപ്പാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാത്രം എടുത്തത് നമ്മളിനി ആ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കും. ആ ഒരു ലെവലിലുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ സിറപ്പ് എടുക്കുക. അതിനുശേഷം നമ്മളിത് അടുപ്പിൽ വെച്ച് ഇളക്കി കൊടുത്ത് അതിനെ സിറപ്പാക്കി എടുക്കണം. ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ ചിലപ്പോൾ പഞ്ചസാര കട്ട പിടിക്കും. ഇതിപ്പോൾ പഞ്ചസാര സിറപ്പായപ്പോൾ കണ്ടോ, ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ കളറിൽ നിന്ന് നല്ലൊരു വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി രണ്ടും ഒരേ ടെമ്പറേച്ചർ ആവണം. അതായത് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പും ടെമ്പറേച്ചറിലാകുമ്പോൾ നമ്മളിതിലേക്ക് രണ്ടും കൂടി മിക്സ് ചെയ്താൽ മതി. അതായത് സിറപ്പിലേക്ക് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം. ഇത് ഒരു 6 മാസം തൊട്ട് ഒരു വർഷം വരെ ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുമേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.